ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പം നിവിൻ പോളി അല്ല പ്രൊട്ടാഗണിസ്റ്റ് ആയിരുന്നെങ്കിൽ ഹൂ വുഡ് യു ഹവ് ചോസൺ? ഹൂ വുഡ് ഹവ് ബീൻ ദ റീപ്ലേസ്മെന്റ് ഫോർ നിവിൻ പോളി? ഓ ഗോഡ്, നിവിൻ അല്ലാതെ എനിക്ക് കെ പി വിനോദായിട്ട് ഇനി ഒരാളെ കാണാൻ പാടില്ല. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് പേര് ആലോചിച്ചിരുന്നു, സത്യമായിട്ടും ഒരുപാട് പേര് ആലോചിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഇനി കെ പി വിനോദായിട്ട് നിവിനെ അല്ലാതെ ഒരാളെ കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിവിൻ്റെ പെർഫോമൻസ് ആണ്. നിവിൻ ഈസ് ബാക്ക് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. നിവിൻ ഓൾവേസ് നിവിനോടെ ഉണ്ടായിരുന്നു. ഒരു കംബാക്ക് എന്നുള്ള ആ പ്രയോഗത്തിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. പക്ഷെ നിവിൻ അത്രയും മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ ചിരിയോ ബോഡി ലാംഗ്വേജോ ഒന്നുമല്ല സെക്കൻഡ് ഫേസിലുള്ള കെ പി വിനോദിന്റെ മാനറിസംസ്. ചിരിയില്ല, ഭയങ്കര ഗൗരവമാണ്. സോ the way Nivin portrayed it so effortlessly, so easily and so beautifully, മറ്റൊരാളെ കാണാൻ ഭയങ്കര പാടാണ്. ട്രാൻസ്ഫോർമേഷൻ വളരെ വളരെ നല്ലായിരുന്നു അല്ലേ? ആ സെക്കൻഡ് ഹാഫിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നിവിൻ ഭയങ്കര അനായാസമായിട്ടാണ് അത് ചെയ്തത്. How is it working with him? Like, it's really fun. It's a very light-hearted person. വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനെ ഭയങ്കര കൂളാക്കി മാറ്റുന്ന ഒരു മനുഷ്യനാണ്. സോ ഇറ്റ്സ് ബീൻ റിയലി റിയലി കൂൾ. അപ്പം നിവിൻ പോളിയുടെ ഇപ്പം സർവമായ വന്നു, യോർ ഫാമ സീരീസ് ഇസ് കം. എന്താണ്, ഡു യു തിങ്ക് ഒരു സെക്കൻഡ് കംബാക്ക് എന്നും പറയാൻ പറ്റില്ല. യു ഡോണ്ട് ബിലീവ് ഹി ഈസ് എ കംബാക്ക് ആക്ടർ, യു തിങ്ക് ഹി ഈസ് ഓൾവേസ് ദെയർ. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയുക? തിരിച്ചുവരവെന്ന് പറയുന്ന ആ പറച്ചിൽ എനിക്ക് വിശ്വാസമില്ല. കാരണം നിവിൻ പോളി എവിടെയും പോയിട്ടില്ല. എന്താ നമ്മൾ തിരിച്ചുവരവെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ആക്ടർ പോയതപ്പം എങ്ങനെയാണ് പറയുന്നത്? ഒരു ഏതെങ്കിലും സിനിമ കച്ചവടപരമായിട്ട് കമേഴ്ഷ്യലി വിജയിച്ചില്ല, അതിൻ്റെ കളക്ഷൻ കുറഞ്ഞു എന്ന അർത്ഥത്തിലാണോ? അങ്ങനെയാണോ നമ്മളൊരു ആക്ടറിനെ വിലയിരുത്തേണ്ടത്? ഒരിക്കലും അല്ല. ഒരു ആക്ടറിനെ വിലയിരുത്തേണ്ടത് ആ ആക്ടർ ചെയ്യുന്ന ക്യാരക്ടേഴ്സും അതിൻ്റെ പെർഫോമൻസസ് എന്തൊക്കെയാണെന്നാണ്. ഇപ്പോൾ കേരളം മുഴുവൻ ആഘോഷിക്കുന്ന സിനിമയാണല്ലോ തൂവാനത്തുമ്പികൾ. തൂവാനത്തുമ്പികളുടെ കൂടെ ഇറങ്ങിയ മറ്റേത് വിജയ സിനിമയും നമുക്ക് ഇന്ന് ഓർമ്മയുണ്ട്? ഓർക്കുന്നില്ല. അന്ന് വിജയിച്ച സിനിമയല്ല തൂവാനത്തുമ്പികൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ തൂവാനത്തുമ്പികളെ വിജയിച്ച സിനിമയായിട്ടോ കണക്കാക്കുന്നത്, പരാജയപ്പെട്ട സിനിമയായിട്ടാണോ കണക്കാക്കുന്നത്? അപ്പോൾ നമ്മുടെ ഒരു നമ്പേഴ്സിലേക്ക് ഒരു ആക്ടറിനെ അറ്റാച്ച് ചെയ്തിട്ട് ആ ആക്ടറുടെ ഒരു 2 സിനിമ വിജയിച്ചില്ല, ഉടനെ ആ ആക്ടർ പോയി, അടുത്ത സിനിമ വരുമ്പോൾ തിരിച്ചു വരവ് എന്നൊക്കെ വിളിക്കുന്നതിനോട് വ്യക്തിപരമായിട്ടാണ്. ഇങ്ങനെ വിളിക്കുന്നവർക്ക് വിളിക്കാം, അവരുടെ കാരണങ്ങളുണ്ടാവും. ബട്ട് പേഴ്സണലി ഐ ബിലീവ് ദാറ്റ്സ് നോട്ട് ഫെയർ. നിവിൻ വളരെ വ്യത്യസ്തങ്ങളായ ക്യാരക്ടേഴ്സിനെയാണ് ഈ കാലയളവിൽ തിരഞ്ഞെടുത്തിരുന്നത്. ആ കഥാപാത്രങ്ങളാണ് നിവിൻ ചെയ്തിരുന്നത്. അതിനെ കച്ചവട വിജയം നേടിയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ നിവിൻ എവിടെയും പോയിട്ടില്ല. നിവിൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നിവിൻ ഇനിയും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നിവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ഏതാ സോ ഫാർ? വാട്ട് ഈസ് ഡൺ? I put you on a spot. എനിക്ക് വടക്കൻ സെൽഫിയിലെ നിവിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മലർവാടിയിലെ നിവിനെ ഭയങ്കര ഇഷ്ടമാണ്. മൂത്തോനിലെ നിവിനെ, മൈ ഗോഡ്, ഐ ലവ്ഡ് നിവിൻ ദാറ്റ്. Okay. 1983, right. Oh, so you like light-hearted അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്? ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ് എനിക്ക്. മൂത്തോനിലെ ക്യാരക്ടർ, എനിക്ക് തുറമുഖത്തിലെ ക്യാരക്ടർ ഇഷ്ടമായിരുന്നു. റൈറ്റ്, തുറമുഖം.